വെച്ചത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ 5 വർഷത്തെ റിലേഷനായിരുന്നു. നിങ്ങൾ അവരുടെ സമ്മതം ചോദിക്കാതെ കല്യാണം സമ്മതിച്ചു. പക്ഷേ അവിടെ എൻ്റെ മനസ്സൊത്തിരി നിന്ന്. അവസാനം ഞങ്ങൾ രണ്ടും ജീവിക്കാൻ ഒരു തീരുമാനം തിരഞ്ഞെടുത്തു. ഞങ്ങൾ വിളിച്ചോടുകയാണ്. ബായ് ചേട്ടാ, ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. അമ്മ ഇങ്ങ വന്നേ, ഒരു കാര്യം പറയാനാ. എന്റെ പൊന്നി ചക്ക, എന്നതാ നീ കിടന്ന് അലറുന്ന? എന്നെ കാര്യം പറയാ. എന്താ? അമ്മ, ഈ കല്യാണം നടക്കില്ല. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? എന്താ? അമ്മ, അമ്മവും മനുവും റിലേഷൻ ആയിരുന്നു, അവര് പോയി. എടാ നീ എന്താ പറയുന്നെന്ന് വല്ല അറിയാവോ? എടാ കല്യാണ വീടാടാ. അമ്മ, കല്യാണ വീടാന്ന് എനിക്കറിയാം, പക്ഷെ അവളുടെ കല്യാണം ഇവിടെ വെച്ച് നടക്കണം. എടാ മോനെ, അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? മനു ആണോട്ടില്ല എന്താനും. അമ്മ, അച്ഛനെ വിളി, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അതെ മനുഷ്യ, ഇതാണ്ടെ മോൻ വിളിക്കുന്നു. എന്താ വരുന്നു, നിക്ക്. അച്ഛാ, ഇതൊന്ന് നോക്കിയിട്ട് എന്താ അച്ഛന് പറയാനുള്ളതെന്ന് വെച്ചാ നോക്കി പറ. എടാ, ഇത് എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, അമ്മ ഒളിച്ചോടി പോയി. എടാ, എന്താ ഈ പറയുന്നേ? അവള് പോയോ? അച്ഛാ, അവള് മനുവിന്റെ കൂടെ പോയി. എടാ, അപ്പൊ ബാബുവിന്റെ കല്യാണോ? എന്താച്ചാ നിങ്ങളെല്ലാരും ഇവിടെ നിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഞങ്ങള് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു, അല്ലാതെ എന്താ, വേറൊന്നുമില്ല. ഡാ രവി, നീ എവിടാ? ഡാ ശിവ, നീയോ? വാ. ഡാ, നീ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നീ ഇവിടെ വന്നിരിക്കുകയാണോ? മര്യാദക്ക് താഴോട്ട് വന്നേടാ. ഡാ ശിവ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? ചോദിച്ചോ, അത് നീ ഇങ്ങനെയൊക്കെ പറയുന്നോ? ഡാ, നീ എനിക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ മരുമോനായിട്ട് വരുമോ? എൻ്റെ അപേക്ഷയാടാ. എന്താച്ചാ എന്നോട് ഇങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അച്ഛൻ എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞേ? മോളെ, നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എൻ്റെ കണ്ണടിഞ്ഞതിന് മുന്നേ നിന്റെ കല്യാണം കാണണമെന്ന് എൻ്റെ ആഗ്രഹം. അച്ഛനും ശിവ, നിനക്ക് ഇവളെ കിട്ടി. ശിവന്റെ പാർവതിയെ പോലെ കൈലാസത്തിൽ കൊണ്ട് നിനക്ക് സമ്മതമാണ്. എനിക്ക് സമ്മതം. ആറോ, നിനക്കോ? ചേട്ടാ, എനിക്കും സമ്മതം. மங்கைமா விழியா மையல் கொள்வாய் கார்முகிலாய் மழை தூவிடவா செய்த மாதவமா மனமாலை சூடமாய தூதவாராயோ
മത്തള ടം ടം മത്തള ടം ടം जिया चले जा चले नैनु तले धुआं चले പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മുഞ്ചണി വന്ന ചുന്ദരി വാവിൽ കാന്തിൽ നട്ടപ്പടതിയാടും തങ്കനിലാവേ जिया चले जा चले नैनु तले धुआं चले रात भर धुआं चले जानू ना सकेरे जिया चले जा चले രാവിലെ അപ്പൊ ഇത് കണ്ടെല്ലാം സ്വപ്നമായിരുന്നു. ആശ്വാസമായി. പിള്ളേർ എണീറ്റ് കാണത്തില്ല. വിളിക്കണം. വേണ്ട, ഉറങ്ങട്ടെ, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ സഹായിക്കട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ വന്ന്? ഏയ്, അതൊന്നും വേണ്ട. മോള് കണ്ട ആ കാപ്പി കൊണ്ട് അവനെ കൊടുത്തേക്കാവോ? ഞാൻ ഇവിടെ കുറച്ച് തിരക്കാം, അതുകൊണ്ടാട്ടോ. ആ ആവേശത്തിൽ മേടിച്ചു പോയി. ഇനി ഇതും കൊണ്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറും? സോറി, താൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ അങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇടിച്ചതാ. സോറി. ഇങ്ങരുടെ ഈ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. എന്താണ്? രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ ഭക്തജന പരിപാല പരിദർശന ജാല മുക്തി മുക്തി ദലീല ബുദ്ധീവ പാല. എന്താടി നിനക്കിപ്പോ നാണം? പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഡാ ഏട്ടാ. എന്താടി കുരിപ്പ്, നീ പറ. ആ ഇപ്പൊ ഞാനാരായി? ദേ കൊച്ചെ, നീ പറയുന്നുണ്ടോ? നീ മര്യാദക്ക് ആർമീസിനോട് നിങ്ങൾ എങ്ങനെ സെറ്റായേ, നിങ്ങൾ എങ്ങനെ ലവേഴ്സ് ആയി എല്ലാം പറഞ്ഞു കൊടുത്തോ. Hello children, I am your new chemistry professor. Then last bench, stand up. എന്താ ചേട്ടാ, ആരിലൊക്കെ വന്നോ? ഡി പുട്ടി, അത് ന്യൂ പ്രൊഫസർ അടി. സോറി സാർ, ദാറ്റ്സ് മൈ മിസ്അണ്ടർസ്റ്റാൻഡ്. സോറി സാർ, ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ഞങ്ങളാണ് ക്ലാസ് സമയത്ത് സംസാരിച്ചത്. ഇനി ഞങ്ങൾ സംസാരിക്കത്തേയില്ല. സാർ, യു കണ്ടിന്യൂ. ഈ കുട്ടിക്ക് കുറച്ച് മിനിറ്റ് അസോസിയേഷൻ ഉള്ളതാണ്. നിന്റെ തന്ത ശശികുമാറിന്റെ പൊടി. സ്റ്റോപ്പ്. ഇനി ക്ലാസ്സിൽ സംസാരിക്കണം എന്നുള്ളവരും വെളിയിൽ നിന്ന് സംസാരിക്കും. ആ അവള് പോയി. സാർ അവളെ ഇറക്കിയിടുന്നതിന് വരെ എന്നോട് സ്ട്രോബെറി മിൽക്ക് മേടിച്ചു കൊടുത്തത് ഇവിടെ ഇരുന്നേനെ. ഹായ് മാമു കാക്ക. ഓ, കുട്ടി വന്നോ? കുട്ടിക്കുട്ടി തന്നെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്താ? അവള് തിന്നുന്ന തീറ്റ കണ്ടോടി, നമ്മളെ നോക്കുന്ന പോലും ഇല്ല. എടി ദൈവം അതിനുള്ള ബുദ്ധി ആൾക്ക് കൊടുത്തില്ല. ഓ പൊക്കി. കൊള്ളാടി, തിന്നപ്പോ ഒന്നും ഞങ്ങളെ ഓർക്ക. അല്ല, ഒന്ന് ജസ്റ്റ് വിളിക്കുക, അതൊന്നും നിനക്കില്ലല്ലേ. പാവ അവള്. സാറ് പറഞ്ഞപ്പോ കരയുമായിരിക്കും പറഞ്ഞ് വന്നപ്പോ അവളോർന്ന് പഞ്ഞിമുട്ടായി മിണുങ്ങുന്നല്ലേ. അത് വിശന്നപ്പോ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല, അതാ. ഡി നോക്കടി, ഇതോ സാറ് പോന്നു. സോ സെക്സി. വായിന്ന് കണ്ട് ഒലിക്കുന്നു. പൊത്തിപ്പിടി. നിനക്കെന്താടി? ഓ സോറി.
ഹാ, നിങ്ങളാണോ അവളറിയാതെ സാറിനെ കുറിച്ച് പറഞ്ഞു? സാറിനോട് പറഞ്ഞേക്കില്ല കേട്ടോ. തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കും അല്ലേ? എന്താടി നീയൊക്കെ ചിരിക്കുന്നേ? എന്റെ പൊന്നി ചേച്ചി, ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ. അതൊന്നും സീരിയസ് ആക്കിയിട്ട് ഞങ്ങളുടെ മണ്ടയിൽ അടുത്ത വള്ളിയായിട്ട് വരരുത്. സോറി. അതെ, ഇതിലാരാ? പാർവതി. ഞാനാണ്. എന്താ സാറേ? താനൊന്ന് എന്റെ സ്റ്റാഫ് റൂമിലോട്ട് വരണം. എന്തിനാ സാറേ? കുറച്ച് കാര്യമുണ്ട്. നീ വരാൻ പറഞ്ഞ അങ്ങ് കേട്ടാ മതി കേട്ടല്ലോ. ഇനി അങ്ങേരുടെ അടുത്തോടും കെട്ടിയെടുത്തോണ്ട് പോണല്ലോ. നിന്റെ ഞമ്മക്ക് കണ്ടപ്പോ അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രി. മേ കമിങ് സാർ. നോ കമ്മിങ്. നീ പൊക്കോ. നീ റിപ്പോർട്ടനാണോ അതോ പൊട്ടനാണോ? എക്സ്ക്യൂസ് മീ സാർ, വിളിച്ചു വരുത്തിട്ട് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കില്ല കേട്ടല്ലോ. അതെ അതെ, ഞാൻ അവിടുത്തെ സാറാ, അത് നീ ഓർക്കണം. സാർ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ആകെ എനിക്ക് സ്കൂളിൽ വന്നിട്ട് IT വിഷയം മാത്രമേ ഇട്ടുള്ളൂ. അതിന് പോലും വിട്ടില്ലെങ്കിൽ സാർക്ക് എന്തൊരു സാറാണ് സാർ? പറയൂ സാർ. സാറിന് ഇപ്പോഴത്തെ പഠിത്തത്തെ കുറിച്ചൊരു വിചാരമില്ല. എന്നൊക്കെ ക്വസ്റ്റ്യൻസാ, A+2 ഇങ്ങനെയൊക്കെ പല പല ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നീ പറ. സാർ, ഈ പീരീഡ് മാത്രം ഇവിടെ നിർത്തോ? ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ബയോളജി പീരീഡ് ആണ് സാർ, അതുകൊണ്ടാ. നിനക്ക് ബയോളജി പീരീഡ് കൂടി എന്നെ കൂടത്തില്ലേ? ഇല്ല സാർ, ആ വിഷയം കുട്ടികളെ വഴിതിരിപ്പിക്കുകയാണ് സാർ. സാർ എന്ത് പറ്റി? കിളി പോയ? ക്ലാസ്സിൽ പോടി. എടി, നൈറ്റ് നമുക്ക് ഇവിടെ അടുത്ത പാർട്ടിക്ക് പോകാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടും എന്റെ ചിലവിന് വന്നേ. ഈ പ്രാവശ്യം നിന്റെ ചിലവെടുക്കണം. എന്തൊരു ഞാനാ? അതെ, നീ തന്നെ. ഓക്കെ, അപ്പോൾ നൈറ്റ് 11 o'clock. അതെ, എന്നായാലും ഇവിടെ വരാന്ന്. ഒന്ന് മേടിച്ചു തരുമോ? മേടിച്ചു തരുന്ന പ്രസ്ഥാനമില്ല മോളെ. അവിടെ ഇത്ര സൗണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഓഹ്, അങ്ങേർക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും കൊള്ളാം. പൊളി ഫീല്, അതും കല്യാണി പാട്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കാണാൻ. ഡി പാറു, നീ എവിടെ പോവാ? ഇപ്പൊ വരാടി, നിക്ക്. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಯನ್ಮಾನಂ ಪೂತದೆ ತಾರ கண்பூரா நீயே தான் தாரா கண்ணார காண்கிறேன் கூடா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே கொண்டு
நம் காதல் வாழ்வுமே. എടി പാറു, നീ അവിടെ നിന്നോ? എടി അത് ഞാൻ ചുമ്മാ കയറി പാടിയത്. അത് എന്റെ പൊന്നു മോളെ കലക്കിന്ന് വെച്ചാൽ കലക്കി. ആ ഇനി നീയും കൂടെ വെള്ളം വെച്ചു കൊടുക്ക്, അതിന്റെയും കൂടെ കുറവേ ഉള്ളൂ. വീട്ടിലെല്ലാരും ഇപ്പോൾ ഇളയതാന്ന് പറഞ്ഞ തലയിൽ വെച്ച് വെക്കുക. ഇനി നീയും കൂടെ ഉള്ളു അടുത്തത് പറയാം, മിണ്ടാതിരുന്നു. നീ ഒന്നും മിണ്ടണ്ട, എനിക്ക് ചേരാത്തുടുപ്പൊക്കെ നീ എല്ലാം എടുത്തോണ്ട് പോന്നെ അല്ലേ? അത് പിന്നെ എന്നെ നോക്കത് ഈ സ്ലിമ്മായ ബോഡി നോക്ക്, അത് കൊണ്ട് എന്നുവെച്ചാ ഞാൻ കൊണ്ടുപോണിയാന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. നാളെ മുതൽ ഇത് അപ്പാറ് ഡേറ്റ് എടുത്ത് തുടങ്ങുന്നു. കള്ളേ കഴിക്കാൻ പോരട്ടെ. ആദ്യം നീ ആ വായി കിടക്കുന്ന ബീജിങ് മോനെ വൈകിട്ട് കഴിക്കാൻ എന്താ പിന്നെ? നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാലോ. അല്ലേ വേണ്ട, ദോശ ഉണ്ടാക്കാം. അമ്മ എന്താ അമ്മ പറയുന്നേ? കുറെ നേരം ഈ ചപ്പാത്തി ദോശ എന്തെങ്കിലും ഉണ്ടാക്കും. അമ്മ ഇതില് വെള്ളം കുടിക്ക്, വെങ്കൊച്ചിലെ നെല്ലി കയറും. ദാ വരുന്നു. ഈ സമയത്ത് ആരാണോ മനുഷ്യനെ ശല്യപ്പെടുത്താൻ? ഹായ് ആന്റി. ആ മോളായിരുന്നു, കേറിയോ? ഈ പാറു ലച്ച് വന്നു. ദാ അമ്മ ഞാൻ വരുന്നു. പോകാം നമുക്ക്. ഞാനും റെഡി, വാ പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞ ടെക്സ്റ്റ് പേപ്പർ ഇന്നിടാൻ പോവാണ്. എല്ലാരും പേപ്പർ എടുക്കൂ. എക്സാമോ? ഇതൊക്കെ എപ്പോ? ഇന്നലെ നീ സാറിന്റെ ക്ലാസ്സിന് മുങ്ങിയപ്പോ. എന്റെ ദൈവമേ, പരീക്ഷയ്ക്ക് ജയിപ്പിച്ചേക്കണേ. എന്റെ പൊന്നുമോളെ, നീ മനസ്സിൽ പോലും ചിന്തിക്കേണ്ട പരീക്ഷയിക്കുന്നു. ഞാൻ അത്ര ക്വസ്റ്റ്യൻ അടിയിട്ടേക്കുന്നേ. ദൈവമേ, പരീക്ഷയ്ക്ക് ജയിച്ചേക്കണേ. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. സ്റ്റോപ്പ് റൈറ്റിംഗ്. എല്ലാരും പേപ്പർ കളക്ട് ചെയ്ത് തുടങ്ങിക്കേ. പേപ്പർ ചെക്കാനുള്ള ദൈവമേ, ജയിച്ചേക്കണേ. എല്ലാരും ജയിച്ചു. പക്ഷേ പാർവതി ബെല്ലടിച്ചു കഴിഞ്ഞ് എന്റെ കൂടെ ക്യാബിന് വരണം കേട്ടോ. ഓക്കെ സാർ. ഈ പാറു അങ്ങേരി ബിരിയാണി തന്നെ അല്ല വിളിക്കുന്നത്, പരീക്ഷ പേപ്പർ കൈ തരാനാ കേട്ടല്ലോ. ആണോ? എന്നാലേ നമ്മൾ ചെന്ന് നോക്കാലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല ബുദ്ധി. നീ ഒന്ന് എന്നോട് വരുവോ? ഇപ്പൊ ഞാൻ പേടിച്ചു പോയനെ. ഇതാ വരുന്നു സാർ, പോവാം. താൻ നിന്റെ ആൻസർ പേപ്പർ നോക്ക്. ഫെയിൽ ആയിരിക്കുവാ താൻ. പിന്നെ അങ്ങനെ താൻ മുന്നോട്ട് പരിശീലിക്കുക. ഓ, ഞാൻ ഫെയിൽ ആയോ? ശരിക്കും നോക്കട്ടെ, കാണിച്ചേ. ഹലോ ശശികുട്ട, നീ എവിടാടാ? നീ എന്നെ പറ്റി നടക്കുമല്ലേ? ശശികുട്ട നിന്റെ തന്ത. എന്റെ പൊന്നു സരസ്വതിക്കാൻ വയ്യ ശശികുട്ടൻ. ഇറങ്ങടി വെളിയില്. ഇറങ്ങി പോവാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇത് ഭവ്യദാസ്. ഇത് ഭവ്യദാസിന്റെ ഹസ്ബൻഡ് ദാസ് മേനോൻ. ഇത് ഭവ്യയുടെയും ദാസിന്റെയും മൂത്ത പുത്രൻ പ്രവീൺ ദാസ്. ഇത് ഇവരുടെ രണ്ടാമത്തെ പുത്രിയായ പ്രവീണ ദാസ്. ഇത് ഇവരുടെ ഫൈനൽ പുത്രി പാർവതി ദാസ്. ഇത് ശിവയുടെ അമ്മ സത്യഭാമ പ്രസാദ്. ഇത് ശിവയുടെ അച്ഛൻ പ്രസാദ് PS. ഇത് അവരുടെ ഏകമകനായ ശിവപ്രസാദ്, എന്നാൽ ശിവ. ദൈവമേ, ആ പുള്ളിയെ വിളിക്കാനുള്ള വഴി ആരും പറഞ്ഞു തരണേ. ആ ഐഡിയ, നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ഫൈനലി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ടുഡേ ഐ ആം ട്രൈയിങ് ടു സാരി. നമ്മൾ ആദ്യമായിട്ടാണ് സാരി ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് എങ്ങനെയെന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലിടാൻ കുറച്ച് റീൽ എടുക്കണ്ടേ? അപ്പം അതിന് റെഡിയാകൂ ഗൈസ്.
നമുക്ക് നേരെ ക്ലാസ്സിൽ പോവാം. എടി പാറു വന്നില്ലേ? എടി ഇല്ല, എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും കൂടി. ആടി എടി നീ പാറുവിനെ നോക്ക്. എന്താടി ഇത് സാരി കൊടുത്തവള്? എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതിനാണോ എന്നോട് പൊക്കോളാൻ പറഞ്ഞത്? നീ എന്താടി ഇന്ന് സാരിയില്? മനസ്സിലായി. എന്താടി നീ ആ സാറിനെ വളയ്ക്കാൻ നോക്കുമല്ലേടി? മനസ്സിലായില്ലേ? മനസ്സിലായി. ഇതെന്താ മുല്ലപ്പൂവിന്റെ മണം? പാർവതി, she's so beautiful. ലിസ്റ്റ് ചിൽഡ്രൻസ്, ഈ പോയം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടേ വരാവുള്ളൂ നാളെ. അതെ, ഈ എന്താ നടക്കുന്നതെന്ന് എനിക്കൂടി പറഞ്ഞു തരുമോ? മിണ്ടാതിടി, സാറ് വളഞ്ഞു മോളെ. പാർവതി, അവിടെ എനിക്ക് എന്താ സാറേ? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ഞാൻ തന്നെ കിസ് ചെയ്തോട്ടെ? ഞാൻ തന്നാ മതിയോ മോന് കിസ്? ഞങ്ങളൊരു ഡിസ്റ്റർബൻസ് ആയോ മോന്? അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എന്നാ ഞാൻ അങ്ങോട്ട്. നിക്കടി അവിടെ. നീ ആ പ്രവീണിന്റെ അനിയത്തിയല്ലേടി? ആ അതെ, ചേട്ടനെ അറിയോ? ഡീ പാറു, നീ എപ്പ ഇങ്ങോട്ട് വന്നോ? കൊറേ നേരമായി കേട്ടോ. നീ വരുന്നുണ്ടോ? എടാ ദേണ്ടാ, പ്രവീണിന്റെ ഫോട്ടോ കോപ്പി. അത് ഫോട്ടോ കോപ്പി ഒന്നുമല്ല, പ്രവീണിന്റെ അനിയത്തി പ്രവീണ. ഡീ പാറു, നിന്നെ തോന്നെ ടീച്ചർ വിളിക്കുന്നു. എന്താ അമ്മ വിളിപ്പിച്ചേ? നീ മിണ്ടരുത്. നീ രാവിലെ സാരി എടുത്തിട്ട് നീ എനിക്ക് എടുത്തു തന്നോടി. തള്ളെ മിണ്ടരുത്. രാവിലെ ഞാൻ സാരി എടുത്തപ്പോ എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ തള്ള എന്നെ പറഞ്ഞ സെറ്റിപ്പിനില്ലെന്ന്. എന്നിട്ട് എന്നെ വല്ലതും പറഞ്ഞാ ഉണ്ടല്ലോ, ഞാൻ വീട്ടിലോട്ട് പോകും. നിങ്ങൾ രണ്ടും വന്നേക്കാവോ? അമ്മ എന്താ നേരത്തെ വീട്ടിൽ പോന്നേ? നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? ചേട്ടനുണ്ടല്ലോ വീട്ടിൽ. ഇന്ന് വീട്ടിൽ നിങ്ങളുടെ അപ്പച്ചിയും പിള്ളേരും ഒക്കെ വരുന്നുണ്ട്. അമ്മേ, അപ്പച്ചിയൊക്കെ വരുമ്പോ ക്രിസ്മസ് കേക്കും കൊണ്ടേ വരാവളേ. ഇവളെ കൊണ്ട് തോറ്റ്. അമ്മ, അപ്പച്ചിയൊക്കെ വന്നു. ഇത് സാറല്ലേ? അപ്പൊ ഇതാണോ ലണ്ടനിൽ നിന്ന് അപ്പച്ചിയുടെ മകൻ? അമ്മ, ഇവരൊക്കെ ആരാ? ഞാൻ കണ്ടിട്ടില്ല. ഇതെന്റെ ചേട്ടന്റെ പിള്ളേരാടാ. അപ്പോ ഇതാണ് മാമന്റെ പിള്ളേരല്ലേ? ആ, ഇതാണ് അവര്. നീ ഇവിടെ ഇല്ലാത്തോണ്ടാ നീ ഇവരെ കണ്ടിട്ടില്ലല്ലോ. എടി നാത്തൂനെ, എടി നാത്തൂനെ, അങ്ങ് വണ്ണം വെച്ചല്ലോ. ചത്തു. ഞാനും എന്റെ നാത്തൂനെ, ഞാൻ ചുമ്മാ പറഞ്ഞ. വന്ന കാലം വെളി നിൽക്കാതെ നീ അകത്തോട്ട് വാ. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാവേ. ഡീ പാറു, ദോ അപ്പച്ചി വന്നിരിക്കുന്ന, ഇറങ്ങി ബാ. അന്തപുരത്തിൻ മകറാണി, ഓ ഓ അന്തപുരത്തിൻ മകറാണി, അഴകിയല്ല. ഗുഡ് മോർണിംഗ് സാർ. സാറോ? അതൊക്കെ എപ്പോ? ആ അമ്മ, ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ സ്റ്റുഡൻസ് വരും. ഞാനവിടെ പ്രൊഫസറാ. എന്നിട്ട് നീ പറഞ്ഞില്ലല്ലോടാ. ഞാൻ തന്നെ ഇപ്പോഴാ അറിയുന്നത്. എന്താ രണ്ടിരുന്ന് ഈ പറയുന്നേ? ഒന്നുമില്ല, അപ്പച്ചിയൊക്കെ എവിടെ കിടക്കുന്നറിയാനായിട്ട് ചോദിച്ചേ. എനിക്ക് ടെറസിലെ റൂം വേണം. അതെ, അത് തരാൻ പറ്റത്തില്ല. അതെന്റെ റൂമാ. അതിനി മുതലേ എന്റെ റൂമാ, കേട്ടോ? എടുത്തോ സാറേ, എനിക്ക് ആ റൂം ഇഷ്ടമില്ലായിരുന്നു. നിങ്ങൾ വന്നാലേ ഉള്ളൂ, വല്ലതും കഴിച്ചിട്ട് കിടക്ക്. വേണ്ട നത്തനെ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നെ. ഡീ പാറു, നീ ആ ശിവയ്ക്ക് റൂം കാണിച്ചു കൊടുക്ക്. വരൂ, ഞാൻ കാണിച്ചു തരാം.
അതെ, താൻ എന്നെ സാറെന്നൊന്ന് വിളിക്കണ്ട, ഒന്നെങ്കിൽ ശിവേട്ടാന്ന് വിളിക്കും. അല്ലല്ലോ, ഞാനത് തന്നെ വിളിക്കുന്നേ. ഡി മോളെ, നീ എന്റെ അടുത്ത് കളിക്കണ്ട. തലേ ദിവസം നിനക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല കേട്ടോ. എടുത്തോണ്ട് നടക്കാൻ നിങ്ങളുണ്ട്, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? ആർ യു ഷുവർ? ആ, ശരിക്കും. എടി, നാളെ പാറുവിനെ പെണ്ണ് കാണാൻ ആൾക്കാർ വരും. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. നിനക്കറിയാതെ ഞാനും നിന്റെ അച്ഛനും എന്ത് കഷ്ടപ്പെട്ടെന്ന്. അങ്ങേര് ഇവിടെ കഷ്ടപ്പെടാൻ വയ്യാഞ്ഞിട്ട് ദുബായി പോയി കഷ്ടപ്പെടുക. അമ്മ എന്നാലും പറ്റില്ല. നാളെ അത് വരുമ്പോ നീ ഒരുങ്ങി നിൽക്കണം. അമ്മ എന്നാലും അമ്മ അവള് കൊച്ചു കുട്ടിയല്ലേ. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ അച്ഛന്റെ തീരുമാനം ഇവിടെ വലുത് കേട്ടോ. എനിക്ക് കല്യാണത്തിന് സമ്മതമോ? ഡാ മോനെ, നീ എവിടെ പോവാ? എനിക്കൊരു ഇമ്പോർട്ടന്റ് കോള് വന്നമ്മ, പെട്ടെന്ന് ചെല്ലണമെന്ന്. ഞാൻ പിന്നെ ദിവസം വരാമേ. ഞാൻ ഇപ്പൊ വരാമേ. നീ പാറു, ഞാനും വരാം, നിക്ക്. വേണ്ട ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ശിവേട്ടാ, എനിക്കൊരു കാര്യം പറയണമായിരുന്നു. ആ, നീ പറ. ശിവേട്ടാ, എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. എടി, അത് അവസാന സമയത്ത് എന്നോട് പറയുന്നു. ശിവേട്ടന് ഇതറിയണമെന്ന് തോന്നി. എന്താ, ഞാനും മനുവേട്ടനും വൈകിട്ട് പോവാൻ തീരുമാനിച്ചു. എവിടേക്കാണ് നിങ്ങൾ പോകാൻ തീരുമാനിച്ചത്? ഞങ്ങള് പോവാ ശിവേട്ടാ. ടീ, അപ്പൊ പാറുവിന്റെ കാര്യോ? എനിക്കറിയാം ശിവേട്ടന് പാറുവിനെ ഇഷ്ടമാണ് അല്ലേ. ഇന്ന് ഞാൻ പാറുവിനെ വിളിക്കാൻ വന്നപ്പോ ശിവേട്ടനും പാറുവും അവിടെ നിൽക്കുമായിരുന്നു. പാറു, നമുക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കിട്ടില്ലടി. ശിവേട്ടാ, ഈ പാർവതിയൊന്നും ഈ ശിവനുള്ളതായിരിക്കും. അതിന് എത്ര ജന്മം കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. അതിന് നടന്നില്ലെങ്കിൽ ഈ പാറു ശിവനോടെ കാണില്ല. എന്താ അവളെ പറഞ്ഞത്? ചുമ്മാ തമാശയാക്കി എടുക്കില്ലേ? അവളത് ശരിക്കും പറഞ്ഞത് തന്നെ. ഇതുവരെ അവളങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാം ഒരു കോമഡി ആയിരുന്നു. അവളിപ്പോ അങ്ങനെയല്ല, എല്ലാവർക്കും ഒരു സീരിയസ് ആണ് കേട്ടോ. അത് ശിവേട്ടാ, അമ്മ പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ അവളെ കൈവിടരുത്. കാരണം അന്ന് ഞാനും പാറും അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയാൻ പോയിരുന്നു. അപ്പോ നിങ്ങൾക്കിത് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഒരു തവണ നിങ്ങൾക്ക് ആ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിച്ച എന്തായിരുന്നു? അമ്മ, അത് എനിക്കറിയില്ല എന്താകുന്നു. നിന്റെ കല്യാണം വരെ ഉറപ്പിച്ച അറിയാവോ അമ്മ? അത് അന്ന് മുതൽ അവൾ ആരോടും വേണ്ടിയില്ല, എന്നോട് പോലും. അവനോട് പോയ സന്തോഷത്തോടെ ജീവിക്കാം. നീ പൊക്കോ, ഇവിടെ ഞാൻ മാനേജ് ചെയ്തോളാം. മിസ്, അങ്ങനെയാണ് എനിക്ക് കോന്ന ഭർത്താവിനെ കിട്ടിയത്. എന്നെ കിട്ടിയാലെന്താ? നീ എന്നോട് സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്? അതെ, മാറി. ഇത് ക്യാമറയുടെ ഫ്രണ്ടാണ്, അല്ലാതെ നമ്മുടെ വീട്ടിലെ കേട്ടോ. മോളെ പാറു. ആ അപ്പച്ചി. മോളും മോനും കൂടെ അമ്പലത്തിൽ ചെല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായില്ലേ. പോയി പ്രാർത്ഥിച്ചിട്ട് ചരടക്കം മാറിയിട്ട് വാ.
ആ അപ്പച്ചി പോയിട്ട് വരാം. ആദ്യം ചെന്ന് ശിവേട്ടനെ എണീപ്പിച്ചിട്ട് ഞാനും കൂടെ ഒന്ന് ഒരുങ്ങിയാൽ മതി. പോയിട്ട് വരാവേ. പാവം ഉറങ്ങുവാണോ? എന്നാ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഒരുങ്ങാലോ. ശിവേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഷിഫ്റ്റാ പാട്ടി. ഇത് ശരിയല്ല, അമ്പലത്തിൽ പോണ്ട. ഉണ്ടാകും കൂടെ വരാനേ പറഞ്ഞിട്ടു. ഒരു കാറ്റായി മഴയായി വാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ കഴിഞ്ഞ് പോ. നിങ്ങൾ വന്നോ? ആ അപ്പച്ചി വന്നു. നിങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടോ, ഞാൻ കഴിക്കെടുക്കാം. ഓക്കെ. ഏട്ടാ വന്നോ? വന്ന് നീ കഴിക്കാൻ എടുക്ക്. ഇത് മതിയോ? ആടാ, അത്ര അങ്ങ് വന്നാ മതി, അത് മതി. ആ മോനെ ശിവ. എന്ത് പറ്റിയവൾക്ക്? ആ ഷീസ് ഫൈൻ. യു ഗോ ടു ബി ഫാദർ. കൺഗ്രാറ്റ്സ്. ഇനിയെങ്കിലും ആ ശ്വാസം വീട് എൻ്റെ മോനെ. ശിവേട്ടാ, നമ്മൾ അവസാനം ഇനി മുതലേ നീ റെസ്റ്റ് എടുക്കണം കേട്ടോ. ഡാ അമ്പാടി, നീ അവിടെ നിന്നോ? അമ്പു, നീ വീഴും കേട്ടോ, പതിയെ പോ. ശിവേട്ടാ വിട്. അവിടെ നിക്കടി, രണ്ടുപേരുണ്ടാ. പിന്നെ നീ എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ലല്ലോ. ഹലോ. ഹലോ. എന്താ അമ്പു? അമ്മയുടെ സുന്ദരി വാ, അമ്മ ചോറ് തരാം. വാ. അയ്യോ, ഇതാരും സുമേഷോ? കേറി വാ. എന്നെ കുറിച്ച് തിരക്ക് അതുപോലെയല്ല, കോൾ. എനിക്കറിയോ, ഞാൻ ഇവരുടെ കഴിച്ചിട്ട് കൂടിയില്ല. ഇച്ചിരി ഭക്ഷണം പോലും അറിയോ? ചേച്ചി ഒന്നാവത്തോട്ട് വന്നിരുന്നെങ്കിൽ കഴിക്കാൻ എന്തേലും എടുത്ത് തരാമായിരുന്നു ഞാൻ. എന്റെ കുട്ടന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, അല്ലേ കുട്ട? വാ നമുക്ക് പോവാം. ഹലോ മൈ ഡിയർ മമ്മി. ഡാ, നീ ഇവിടെ കേറരുത്. ഒന്ന് പോതല്ലേ. മാമന്റെ കുട്ടീസ് എവിടെ? ഓടിവാ ഓടിവാ. ഇവനൊക്കെ എന്താ രാത്രി ഉറക്കൂല്ല? ഇവന്മാർക്ക് ജ്യൂസ് കുടിക്കാൻ രാത്രി എണീക്കണു. ഒന്നും ചെയ്യല്ലേ, ഞാനിത് ചെയ്തിട്ടില്ലേ. മോനെ, നിനക്ക് ഭയങ്കര ചൂടുണ്ട്, എന്ത് പറ്റി? അമ്മ, ഞാൻ ഇന്നലെ അടുക്കള സോഡ കുടിക്കുന്ന പ്രാർത്ഥന കണ്ടമ്മ. തൂക്കിയല്ലോ നാദാ. കല്ലു, നീ എവിടെ പോകുന്നു? ഇവിടെ വന്നിരിക്കൂ. ഈ തള്ള പോവാനും സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഒരു കാര്യം ചിന്തിക്കട്ടെ. സോഡ കുടിച്ച പ്രേതത്തിനെ കണ്ടെന്നൊന്നും പറയാനാണ് ദൈവത്തിട്ട് വാ കുളിക്കരുത്. അച്ഛാ, അതൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പോവാം. ഓക്കെ, പോകാം. ഇത്രയും പറഞ്ഞല്ലേ, നാളെ തന്നെ പോയേക്കാം.
ചെന്ന് നോക്ക് നീ. എടി കുരുട്ടെ, എടി നീയൊക്കെ എന്നെ വിട്. എന്നെ ഇപ്പൊ കുരുട്ടെന്നൊന്നും വിളിക്കുന്നു. എനിക്ക് ഇപ്പൊ 2 പിള്ളേരുണ്ട്, അറിയുമോ? കണ്ടോ ഞാനിവിടെ നിന്നിട്ട് അവളെ എന്നെ നോക്കുന്നുണ്ടോ നോക്കിക്കേ. കണ്ടടാ കുരുട്ടെ നിന്നെ ഞാൻ. എടാ കാശിക്കുട്ട, നമുക്ക് പോകാം. ഇതാണ് നിന്റെ അപ്പച്ചി, മനസ്സിലായോ? പിന്നെ ഇത് ദച്ചുട്ടി. ആ മതി മതി, നമുക്ക് ഇറങ്ങാം. ടൈമായി വാ. സിംഗിൾസിന് മുന്നിൽ കമ്മിറ്റഡ്. എനിക്ക് വയ്യ. ഹായ്. ആ ഹായ്, എന്തായിരുന്നു? അല്ല, എല്ലാരും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പം താൻ മാത്രം ഒറ്റയ്ക്കായിട്ട് വന്ന. നീളുന്ന വഴികളിൽ തേടുന്നതിന്റെ തൂവെള്ളി നിലവ് പോൽ കാണുന്നതാരെ നീരിൻ മിഴികൾ മെല്ലെ മെല്ലെ ചിന്നിയോ നാണമായി. ശിവേട്ടാ മാറണോ? ഈ ചുണ്ട് കാണുമ്പില്ലേ അങ്ങ് തിന്നാൻ തോന്നുന്നതിന്. മാർബോട് കണ്ണുകൾ മൂടവ മലരും മൗനമാ. തുன்பം വരുമ്പോതും നിലൈ മാറി വീഴുമ്പോതും ദിനം തോറും മഴ വേണ്ടും എഴുവായ് സൂര്യനേ. ഊനാകി ഉയിരാകി നില്ലായോ നിലവാക ഒളിവാകി ഒളി വീശും നിലവാക. ദൈവമേ, എന്റെ ഈ സ്വപ്നം മാത്രം നടത്തി തന്നേക്കണേ. ദച്ചു, നീ ഇപ്പൊ എണീറ്റോ? ഞാൻ വടി കൊണ്ട് വരിക. എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും ഞാൻ ഒരുങ്ങി വതാട്ട് വാ. ദച്ചു, നീ കാശിനെ കണ്ടായിരുന്നോ? രാവിലെ ഞാൻ കടയെ പറഞ്ഞു വിട്ടതാ. പിന്നെ ഞാൻ ഈ വശത്തേക്കേ കണ്ടില്ല. കണ്ടായിരുന്നോ? അപ്പച്ചി, കാശേട്ടനെ കണ്ടോ? രാവിലെ ഞാൻ പൈസ കൊടുത്തിട്ട് പിന്നെ കണ്ടില്ല. ഞങ്ങളും അവനെ തന്നെ പോയി കടന്നീ തപ്പുന്നേ. അവനെ ഇവിടെ കാണാനില്ല. അമ്മേ, എന്തിനാ നീ തല്ലുന്നേ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കാശിനെ ഡാ പോടാന്ന് വിളിക്കില്ല, ചേട്ടാനെ വിളിക്കാവുള്ളൂ കേട്ടോ. ദീദി, നിന്നോടും കൂടാ. അമ്മ ആരോട് വേണം പറഞ്ഞു, എന്നോട് മാത്രം പറയരുത്. എന്താണ് എല്ലാരും കൂടെ ഇവിടെ പരിപാടി? കാരണം കേട്ടോനെ, നിന്നോട് എത്ര നേരം വേണം ഞാൻ പറഞ്ഞ് കടയിൽ പോയി സാധനം മേടിച്ചിട്ട് വരാൻ. പോയിട്ട് ഇപ്പൊ എത്ര നേരമായി? നീ ഇത്ര നേരം എന്നോട് പോയിരുന്നടാ. അമ്മ ഒന്ന് നിർത്ത്, ഞാൻ പറഞ്ഞല്ലേ അമ്പാടി വരുമെന്ന്. എന്ത് അമ്പാടിയേട്ടനോ? ഓ മൈ ഗോഡ്. അവൻ തോണ്ട നിക്കുന്നു. വന്നമ്മ അവൻ. എന്താണ് എല്ലാവർക്കും എന്നെ കണ്ടപ്പോ ഒരു മൂടോട്ട്? എടാ പോടാ, അങ്ങനെ പറയാതെ. ഞാനോ അങ്ങനെ പറയാനോ? നെവർ. നീ എന്നാ പറഞ്ഞേ? ഡിസംബർ വരാന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ടാ ഫെബ്രുവരി വന്നേ? എന്റെ പൊന്നമ്മ കയ്യും കാലും മേടിച്ചു തന്നെയാണ് എനിക്ക് ഈ ലീവ് കിട്ടിയത്. ഞാൻ എന്നായാലും ഈ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. അവള് പോയി. അവൾക്കായിരുന്നു നീ വരുന്ന അറിഞ്ഞിട്ട് വലിയ സന്തോഷം. അമ്പാടിയേട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം അമ്പാടിയേട്ടാ ഓർക്കുന്നുണ്ടോ? ലച്ചു, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാത്തേ? നീ മുമ്പ് എനിക്ക് ഒരുപോലെ അടി. അമ്പാടിയേട്ടാ, പണ്ടത്തെ ഒരു കാര്യം പോലെ ഇപ്പൊ ഓർക്കുന്നില്ല. അതൊക്കെ ഞാനന്ന് കൺട്രോൾ ഒക്കെ ചെയ്ത. സോറി. അമ്പാടിയേട്ടനകത്ത് എങ്ങനെ പറയാൻ കഴിയുന്നു? ഇത്രയും നാളും കാത്തിരിപ്പെല്ലാം ചുമ്മാതായിരുന്നു. ലച്ചു, നീ റിക്കവർ ആവാൻ നോക്ക്. അക്കാര്യമൊക്കെ നീ മറക്ക്. അമ്പാടിയേട്ടൻ അതൊരു വാക്കി തീർക്കാം. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് അമ്പാടിയേട്ടൻ മറക്കാൻ പറ്റില്ല ചേട്ടാ. ലച്ചു, നീ എന്റെ ഓർമ്മകൾ കൊണ്ട് നടക്കാതെ. എനിക്കിപ്പോ വേറെ റിലേഷൻ ഉണ്ട്. എനിക്കിന് നിന്നെ പറ്റില്ല. അമ്പാടിയേട്ടൻ നീ എന്ത് പറഞ്ഞാലും ഈ ദച്ചിന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് അമ്പാടിയേട്ടന്റെ താലി തന്നെയായിരിക്കും. ലച്ചു, നീ ഇനി എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കില്ല. അമ്പാടിയേട്ടൻ കേട്ടാലും ഇല്ലല്ലോ. എനിക്ക് അമ്പാടിയേട്ടൻ അത്രയ്ക്ക് ഇഷ്ടം.
എനിക്ക് നിന്നെ ഇഷ്ടമല്ല തെച്ചു. ഞാൻ പറയുന്നത് നീ കേക്ക്. എന്തുകൊണ്ട് അമ്പാടിയേട്ടൻ എന്നെ ഇഷ്ടമല്ല? വർഷങ്ങളോളം മനസ്സുകൊണ്ട് നടന്നതോ, അതോ അമ്പാടിയേട്ടനും പറഞ്ഞതില്ല ഞാൻ നിന്ന് തന്നതിനോ? അതുകൊണ്ടാണോ? കാരണം എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അമ്പാടിയേട്ട, എനിക്ക് മറക്കാൻ പറ്റില്ല. നീ ഇപ്പൊ എന്റെ മുന്നിൽ പോലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത്രയ്ക്ക് വെറുത്തു പോയി ഞാൻ നിന്നെ. അമ്പാടിയേട്ട, ഇനി അമ്പാടിയേട്ടന് എന്റെ വക ഒരു ശല്യം ഉണ്ടാവില്ല. ബൈ. ദേച്ചു, നീ എവിടെ പോവാ? കരളിലോരത്തൊരു കുപ്പിയുടച്ചിട്ട് വാസന മൊത്തത്തിൽ ചാലിച്ച് ശ്വാസത്തില്. നീ എന്തിനാ കരയുന്നത്? നിനക്ക് നഷ്ടപ്പെടാനൊന്നും അല്ലായിരുന്നല്ലോ. എടാ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എടാ, അവള് എന്റെ അനിയത്തിന്നല്ലേ. എന്നു മുതല് അന്ന് നീ അവളെ കാണിച്ചതും എല്ലാം എനിക്കറിയാം. ഞാൻ അവളോട് സപ്പോർട്ട് തന്നിട്ടുള്ളൂ നിനക്ക് അവളെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അവസാനം നീ തന്നെ അവളെ ഇറക്കി വിട്ടില്ലാണ് നിന്റെ അടുത്തുനിന്ന്. പിന്നെ അവൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ അവള് അതിന് ശ്രമിച്ചത്, അല്ലെ? എടാ, അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാടാ. അവളെ ഇറങ്ങിപ്പോന്ന് ഞാൻ കരുതിയില്ല. അവളെ ഇതിനെ ശ്രമിക്കുമെന്നും കരുതിയില്ല. അവളെന്നോട് പറഞ്ഞു അവളിനി എന്റെ മുന്നിൽ വരത്തില്ല, അവസാനമായി കാണുന്നതെന്നൊക്കെ. ഞാൻ അറിഞ്ഞില്ല ഇതിനാന്ന്. നീ സന്തോഷിക്കും, നിന്റെ മുന്നിൽ വരുന്ന ശല്യം ഒഴിഞ്ഞിട്ടില്ലേ. അവൾക്ക് ഇനി എങ്ങനെയാന്ന് പോലും ഡോക്ടർ ഇവരുടെ പറഞ്ഞിട്ടില്ല, അറിയോ? അതെ, ആ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടിക്ക് ചില കാര്യങ്ങൾ മറക്കും, ചില കാര്യങ്ങൾ ഓർക്കും. പക്ഷേ ഒരു കാര്യയുടെ മനസ്സ് കിടപ്പുണ്ട്. അതെന്താന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഡോക്ടർ, എനിക്കിങ്ങനെ എൻ്റെ മോളെ കാണാമോ? നീ എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്? ഞങ്ങൾ എന്താണ് മോനോട് ചെയ്ത്? ആരാ? എനിക്കിടാ കാശിയായിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് അമ്മ, ഞാനും കൂടെ കയറി ഒന്ന് കണ്ടിട്ട് വരട്ടെ അവളെ. അമ്മ പൊക്കോട്ടെ. എന്തിനാ അമ്പാടിയേട്ടൻ പിന്നെ പോകുന്നത്? അവളെ പിന്നെ വിഷമിപ്പിക്കാനോ? അവൾ അവിടെങ്കിലും ഒന്ന് സമാധാനത്തോടെ കിടക്കട്ടെ. എന്നായാലും ചേട്ടൻ റൂമിൽ വെച്ച് പറഞ്ഞെല്ലാം ഞാൻ കേട്ടിരുന്നു. അറിയാതെ ചെയ്യുന്നത് പോലും അല്ലെ? ചേട്ടൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്നു. അവൾ എവിടെ ഇനി ഒരു വർഷം എന്നറിയോ ചേട്ടന്? അറിയത്തില്ല അല്ലേ? അമ്പു, നീ എന്താ പറയുന്നത്? അവളൊരു വർഷം എവിടെ ആയിരുന്നു നീ പറയുന്നത്? പറ അമ്പു. അമ്പാടിയേട്ടൻ എന്താ അവളെ അറിയാതെ ചെയ്തതെന്ന് പറഞ്ഞില്ലേ? അത് ഒരു മാസമൊക്കെ പീരീഡ്സ് ആയില്ല. അവള് ആശുപത്രി ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു അവൾക്ക് 1 വീക്ക് പ്രഗ്നൻസി ആണ്. അപ്പം അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കള്ളത്തരം പറഞ്ഞ് അവള് കൊൽക്കത്തയ്ക്ക് പോലും പഠിക്കുമായിരുന്നു. അവളെ ഇടയ്ക്ക് വെച്ച് ചേട്ടനെ കാണാൻ ശ്രമിച്ചു. പക്ഷെ ചേട്ടനെ വിളിക്കാൻ നിറഞ്ഞിട്ട് അവളെന്നെ വിളിച്ചിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു അമ്പു. അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നല്ല, നീ അറിയാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയാൻ പാടി. ഡാ കാശി, എനിക്ക് എന്റെ ദച്ചുവിനെ കാണണം. അവളെ എവിടെ അടപ്പോ എനിക്ക് കാണണം അവളെ. അവളെ ഓസിലേഷനിലാന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നും പറയാറായിട്ടില്ല. പറയാറായിട്ട് പറയാന്നും പറഞ്ഞു. ഇനി നിനക്കെന്താ നഷ്ടപ്പെടാനാ? നിനക്ക് നിന്റെ കൊച്ചിനെ കാണണം. അതിനല്ലേ നീ ഇപ്പൊ എന്നോട് ദച്ചുവിന്റെ കാര്യം ചോദിച്ചേ, അല്ലേ? എടാ, ഞാൻ അവളോട് ക്ഷമ ചോദിച്ചോളാം. എനിക്ക് അവളെ ഒന്ന് കാണണം അവസാനമായിട്ട്. എടാ, എനിക്ക് അവളെ കാണണം. ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ പോകാന്ന് പറയാനോട് എനിക്ക് അവളോട്. എനിക്കറിയാൻ വെച്ചു നമ്മുടെ കൊച്ചു നിങ്ങളുടെ അച്ഛൻ്റെ അടുത്താണ്. നേരത്താണ് കണ്ടിരുന്നു. ഞാൻ പോയി അവളെ കൂട്ടി വരുമ്പോ നീ റിക്കവർ ആയിട്ടിരിക്കും. ഓക്കെ? വന്നോ നീ? ഞാർത്തു നീ ഇവളെ കാണാൻ പോലും കൂടി വരത്തില്ലായിരിക്കും. എന്താ അച്ഛാ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാം, അവള് എന്റെ കൊച്ചിനെ വെറ്റിട്ടിട്ടായിരുന്നു അന്ന് ഇവിടുന്ന് പോയെന്നല്ല. പിന്നെ നീ എന്താ തിരക്കാൻ വരാഞ്ഞ്? അച്ഛാ, അത് അവൾ എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്ന്. അവള് പ്രഗ്നൻസി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞു.
അങ്ങനെ ഒരു കൊച്ചുണ്ടായിരുന്നെന്ന്. നീ ഇപ്പൊ അച്ഛനടുത്തുണ്ടാവേണ്ടത് അത്യാവശ്യം. നീ കല്ലൂനെ കൊണ്ട് പോക്കോ, ഞാൻ പിന്നെ പറയുക വന്നേക്കാം. ഹർമീസ്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ ഒരു കാര്യം പറയുക, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുകയാണ്. കാരണം എനിക്ക് കേൾക്കാൻ സീനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഇവര് വീട്ടിൽ ചെന്ന് ഭാഗമാക്കാം. ഓക്കെ കല്ലു, ബാ, അമ്മമ്മ ചോറ് തരാം. ബാ. എന്താടേട്ടാ, അമ്മ താഴെ കഴിക്കാൻ വിളിക്കുന്നു. എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നത്? ഇവിടെ എനിക്ക് പോകണം. വീട് അമ്മ. നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. അറിയോ ഷുവർ? യെസ് ഷുവർ.